പ്രചരണം ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളിവിടെ വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല വിജയ പ്രതീക്ഷ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ഇത്തവണ തിരിച്ചു പിടിക്കുന്നുള്ളൊരു വാശിയിലാണ് പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്. കോൺഗ്രസിലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങും. ആദ്യം ചില ആവശ്യകതകൾ ഉണ്ടായാലും അതൊക്കെ പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോകും. 5 സീറ്റ് ഇപ്പോഴും പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ സീറ്റും ഉണ്ടാവും. ഈ അതിർത്തി ഇവിടെ ബാധിക്കുമോ? ഇവിടുത്തെ വിജയത്തെ ബാധിക്കുമോ? ഇവിടെ വട്ടിയൂർക്കാവിൽ നിന്നൊന്നും ബാധിക്കില്ല. ഞങ്ങൾ നേരത്തെ പ്രവർത്തനം തുടങ്ങി. കെ സുധാകരനും അടൂർ പ്രകാശും ഇടഞ്ഞ് നിൽക്കുകയാണെന്ന്. ഇല്ല, അത് MP-മാർ മത്സരിക്കേണ്ടതാണ് പൊതുവെടുത്തിട്ടുള്ള തീരുമാനം. പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അത് പരിഗണിക്കണമെന്നാണ് ഇവിടുന്ന് പോകുന്നവർ പറയുന്നത്. എങ്ങനെ? ഹൈക്കമാൻഡ് നിലപാടെടുക്കുമ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തത്. ഹൈക്കമാൻഡിനേക്കാളും വലുതായിട്ട് ആരുമില്ല. ഹൈക്കമാൻഡാണ് പരമാധികാരി. അതുവരെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം ഉണ്ടാകും. പ്രഖ്യാപനം വരും മുമ്പ് തന്നെ കൊച്ചിയിലൊക്കെ പോസ്റ്റർ അടിക്കുന്ന രീതിയിലുള്ള പോസ്റ്റർ രാത്രി ആരും കാണാതെ ഒട്ടിക്കുന്നതിന് ഇവരൊന്നും പകല് പാർട്ടിക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കില്ലല്ലോ. ഒരു പാർട്ടി സ്ഥാനാർത്ഥിക്ക് കൊണ്ട് ഒട്ടിക്കുക. രാത്രി ആരും കാണാണ്ട് തലയിൽ മുണ്ടിട്ട് കുറേ ആൾക്കാർ കൊണ്ട് ഒട്ടിച്ചാൽ അതിനൊക്കെ ജനവികാരമാണ്. അതൊക്കെ അങ്ങനെയുണ്ടെങ്കിൽ പരസ്യമായിട്ട് കാണിക്കട്ടെ. അതൊന്നുമില്ലല്ലോ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവർ എത്ര പേര് പോസ്റ്റർ ഒട്ടിക്കുന്നവരാ. ഇതൊക്കെ രാത്രി പലരും കയറി ഏതൊരു പാർട്ടിയിൽ പെട്ടവരും ഉണ്ടാവും ആ കൂട്ടത്തിൽ. അല്ലാണ്ട് പ്രതിഷേധം കാണിക്കുന്ന അർദ്ധരാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടല്ല. പാർട്ടി നേതൃത്വത്തിലൂടെ പറയാനുള്ള സ്വാതന്ത്ര്യം. നിയമത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? എങ്ങനെ നിയമത്ത് ഏതായാലും ശബരിയുടെ പേരിനാണ് ഇപ്പോൾ ആ പേരാണ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് ആരും പറയില്ലല്ലോ. ഞങ്ങൾക്ക് നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ശബരി. കുറേയധികം ദിവസങ്ങൾ പ്രചരണം മുന്നോട്ട് പോകണം, പലർക്കും അവസരം ലഭിക്കുന്നില്ല. അല്ല, ശബരിക്കൊക്കെ അവിടെ നല്ല ബന്ധമുണ്ട്. ശബരിക്ക് ഇന്ന് മുതൽക്ക് അവിടെ ഫീൽഡുണ്ടാവും. പട്ടിക വരാത്തതുകൊണ്ട് കുറേ പേർക്ക് പ്രചരണത്തിൽ ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. പുതിയ ആൾക്കാർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അതൊക്കെ കവർ ചെയ്യാൻ കഴിയും. വലിയ പ്രതീക്ഷയിലാണ് ഇവിടെ. വളരെ നല്ല പ്രതീക്ഷ.